ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്, നമസ്തേ, നമസ്കാരം, സുപ്രഭാതം. വെൽക്കം ടു 21 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ. യെസ്, പവർഫുൾ മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. എല്ലാവരും മുന്നിലുണ്ടാവട്ടെ. ഹാപ്പി ഫൈസസ്. ഗ്രേറ്റ്, സൂപ്പർ. ഫ്രൈഡേ ബുഡ് ക്യാമ്പിൽ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സെഷനിലേക്ക് പോവാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, ഇന്ന് ഫ്രൈഡേ ബുഡ് ക്യാമ്പിൽ എന്നിട്ടുണ്ടായിരുന്ന ലോ ഓഫ് അട്രാക്ഷൻ, കർമ്മയെ കുറിച്ച്. രണ്ടാമത്തെ തവണ ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത്. നേരത്തെ എപ്പോഴോ സംസാരിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ജനുവരിയിലാന്ന് തോന്നുന്നു. ജനുവരിയിലോ ഫെബ്രുവരിയിലോ. അപ്പോൾ വീണ്ടും സംസാരിക്കാൻ കാരണം കർമ്മ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ കുറച്ച് ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്കറിയാലോ അല്ലേ, കർമ്മ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. നമുക്ക് കേൾക്കുന്നതാണ് കർമ്മഫലം എന്ന് നമ്മൾ പലപ്പോഴും പറയും. ഓരോ ജീവിതത്തിൽ ഓരോ സംഭവിക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് കർമ്മഫലം അല്ലാണ്ട് എന്താ പറയാന്നൊക്കെ രീതിയിൽ ഇങ്ങനെ പഴയ കാരണവന്മാരൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ ഇൻസ്റ്റന്റ് കർമ്മ എന്ന് പറഞ്ഞ പോലെയൊക്കെ എന്തെങ്കിലും വണ്ടി തട്ടുമ്പോഴോ മുട്ടുമ്പോഴോ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ തിരിച്ച് അവനെ പണി കിട്ടുമ്പോൾ നമ്മൾ ഇൻസ്റ്റന്റ് കർമ്മ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പോൾ കർമ്മയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കർമ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കർമ്മയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒത്തിരി പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ നന്മകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ വിട്ടുമാറാത്ത ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് കർമ്മഫലമാണ്. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ എല്ലാ കാര്യം ചെയ്തിട്ടും മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കർമ്മഫലം. അപ്പം അങ്ങനെ ആൾക്കാർ പറയുമ്പോഴാണ് ഞാൻ ഈ പ്ലാനറ്ററി ഫോഴ്സസ് ഒക്കെ നോക്കി ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഡീറ്റെയിൽ ചോദിക്കുന്നതൊക്കെ പലപ്പോഴും അതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ആ രീതിയിൽ കർമ്മയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് എന്തൊക്കെയാണ് കർമ്മ, എന്ത് തരം കർമ്മയുണ്ട്, കർമ്മ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുക. ഈ ജീവിതത്തിൽ സംഭവിച്ച ഈ നിരന്തരമായിട്ട് ഓരോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതിനൊക്കെ നമ്മൾ ഇതിനെ കർമ്മഫലം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പാറ്റേൺസ് എന്നാ പറയാം. അപ്പോൾ ഒരേ പാറ്റേൺ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഒരേ രീതി തന്നെ ജീവിതം ഇന്നും ഒരേപോലെ പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ മോശമായി പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു മാറ്റം ഉണ്ടാവുന്നില്ല, അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല. ഇതിനൊക്കെ നമ്മൾ പാറ്റേൺ എന്ന് പറയും. ഈ പാറ്റേൺസിനെ ഗവേൺ ചെയ്യുന്നത് ആം, കർമ്മയാണെന്നാ പറയാ. ദീസ് പാറ്റേൺസ് ആർ ഗവേൺഡ് ബൈ കർമ്മ. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് എന്താണെന്ന് ഡോക്ടറിന് ചോദിച്ചു പോകണേ, സംസാരിച്ച് പോവാം. എന്താണ് കർമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ പ്ലസ് എനർജി പ്ലസ് ഇന്റൻഷൻ. ഇത് നോട്ട് വെച്ചോളൂ, ഇതൊന്ന് എഴുതിയത് നല്ലതാണ്. യുവർ ആക്ഷൻസ് പ്ലസ് എനർജി പ്ലസ് ഇന്റൻഷൻ, ഇതാണ് നമ്മളുടെ കർമ്മ. നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത്, എന്ത് എനർജിയാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നത്, എന്താണ് നമ്മളുടെ ഇന്റൻഷൻ, ഉദ്ദേശം. ഇത് മൂന്നും നമുക്ക് കാർമിക് ഫലം ഉണ്ടാക്കി തരുന്നുണ്ട്. ക്ലിയർ ഉണ്ടോ അല്ലേ? അതായത് ഓരോ ദിവസവും എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ പറയുന്നത്, ഓരോ വാക്കുകൾ നമ്മൾ വായിന്ന് പുറത്തേക്ക് വരുന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ എനർജറ്റിക് ഇംപ്രിൻസ് ഉണ്ടാക്കുന്ന പറയണേ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പറയുന്നത്, പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, ഇതെല്ലാം. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ മോശമായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, പരാതികൾ പറയുക, എപ്പോഴും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ കാണുന്ന ആൾക്കാർ ചിന്തിച്ചോളൂ, അവരുള്ളിൽ സബ് കോൺഷ്യസ്ലി സാധനം ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ എന്റെ അമ്മയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം എന്റെ അമ്മ കൂടെ ഉണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അമ്മ എപ്പോഴും പറയും വിശപ്പില്ല, ഒട്ടും വിശപ്പില്ല. അപ്പൊ വൈഫ് ഇങ്ങനെ കളിയാക്കി പറയും, അമ്മ കഴിച്ചോട്ടോ, അമ്മ ദോശ കഴിച്ചോട്ടോ, അമ്മ അത് കഴിച്ചു ഇത് കഴിച്ചു, എന്നിട്ട് അമ്മ ഇങ്ങനെ പറയും ഒട്ടും വിശപ്പില്ല, ഒട്ടും വിശപ്പില്ല. അങ്ങനെ പറഞ്ഞു പറയും. ഇപ്പൊ അമ്മയ്ക്ക് ഒട്ടും വിശപ്പില്ല. ഇപ്പൊ അമ്മ ആകെ മെലിഞ്ഞു തുടങ്ങിപ്പോ നേരത്തെ കാണും. പിന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് അമ്മ പോയത്, ഞാൻ പറയും അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഇങ്ങനെ പറയുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മന് ചൂടായി. വിശപ്പില്ലാത്ത ഞാനിപ്പോ എന്ത് ചെയ്യാൻ, വിശപ്പില്ലാത്തതുകൊണ്ടല്ലേ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ കുറെ നാൾക്കും അമ്മയെ പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പൊ പലപ്പോഴും ഇത് ഉണ്ടാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മയ്ക്ക് സ്നേഹം കിട്ടായ്മ ഉണ്ടോന്ന് അമ്മയ്ക്ക് തോന്നൽ ഉണ്ടാവുന്നുണ്ട്. കാരണം ഞാൻ മാറി താമസിക്കുന്നു, അനിയനും ഫാമിലി തിരക്കിലാണ്. അപ്പൊ അമ്മയ്ക്ക് ഒറ്റപ്പെടലുകൾ പലപ്പോഴും സംഭവിക്കും. അച്ഛൻ മരിച്ചുപോയി. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ഈ സ്നേഹം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കെയർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു പോലത്തെ കുറെ ഉടായ്പ പരിപാടി നമ്മൾ ചെയ്യും, അറിഞ്ഞു അറിയാതെ. അതെന്താണ്? വാക്കുകളാണ്, പ്രവർത്തികളാണ്. അത് എന്ത് സംഭവിക്കും? അതൊരു കാർമിക് ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ ഉണ്ടാക്കും അല്ലേ? നമ്മൾ അതിന് പാറ്റേൺ എന്നൊക്കെ നമ്മൾ പറയും, ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മൾ പറയും. ക്ലിയർ നമ്മളെ മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിൽ കർമ്മ നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓരോ ചിന്തകളും പ്രവൃത്തികളും സംസാരങ്ങളും സ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആൻസിസ്ട്രൽ ആയിട്ട് കർമ്മ നമ്മൾ ക്യാരി ചെയ്ത് പോകുന്നുണ്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളുടെ കാരണന്മാരുണ്ടാക്കിയ കർമ്മകൾ പോലും നമ്മളെ ബാധിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ചില കുടുംബത്തിൽ മാറാത്ത ദുരിതങ്ങൾ തലമുറകളായിട്ട് വരുന്നത് കൊണ്ടാണ്. ചിലപ്പോൾ പറയും സ്ത്രീ ശാപമാണ്, പണ്ട് ആരും ഇവിടെ തല്ലി കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ട് കാർന്നവർ പറ്റിച്ച് വെട്ടിച്ചുണ്ടാക്കിയ സ്വത്തുക്കളാണ്. അതൊന്നും എന്താണ് അനുഭവിക്കാൻ യോഗമില്ല മക്കൾക്ക് ആർക്കും, അല്ലെങ്കിൽ ആന്തരി വീട്ടിലുണ്ടാവുന്നില്ല. ഇല്ലേ? ശ്രദ്ധിച്ചിട്ട് ഇതൊക്കെ ആൻസിസ്ട്രൽ കർമ്മമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്തൊക്കെ തരം കർമ്മ നമുക്ക് നോക്കാം. 3 തരത്തിലെ കർമ്മ ഉണ്ട് നമുക്ക് പ്രധാനമായിട്ടും. ഒന്ന് നോട്ട് ചെയ്ത് പോവാം.
ഒന്നാമത്തെ കർമ്മയെ പറയുന്നത് സഞ്ചിത കർമ്മ എന്ന് പറയാം. പ്രധാനമായിട്ടും മൂന്ന് കർമ്മ. ഒത്തിരി കർമാസിനെ പറ്റി പറയുന്നത് ഞാൻ റിസർച്ച് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കർമ്മങ്ങളാണ്. അറിയാവുന്ന ആൾക്കാർ എഴുതേണ്ട, അറിയാത്ത ആൾക്കാർ നോട്ട് ചെയ്യാം. ഒന്നിനെ പറയുന്നത് സഞ്ചിത കർമ്മ എന്ന് പറയാം. സഞ്ചിത കർമ്മം കേൾക്കുമ്പോൾ ചെക്ക് ചെയ്തോളൂ. ജനിക്കുമ്പോൾ തന്നെ ഒരു സഞ്ചിയും കൊണ്ട് വരുന്നത് പോലെ, അതാണ് സഞ്ചിത കർമ്മം. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലോ പാസ്റ്റ് ലൈഫിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്ത പ്രവർത്തികളുടെയും സംസാരത്തിൻ്റെയും നമ്മളുടെ വാക്കുകളുടെ ഒക്കെ ഫലം നമ്മൾ അടുത്ത ജന്മങ്ങളിലേക്കും വരുന്നുണ്ടെന്ന് പറയാം. ഈ പാസ്റ്റ് ലൈഫിൽ ഞാൻ വിശ്വസിച്ചിരുന്നില്ല കുറെ കാലം മുമ്പ് വരെ. ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യം നോക്കുമ്പോൾ ഒരു സ്ത്രീയെ ഒരാൾ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത് പാസ്റ്റ് ലൈഫിൽ കൊണ്ടുപോയ ഒരു സാധനം ഞാനിങ്ങനെ വായിച്ചായിരുന്നു ഒരു പുസ്തകത്തിൽ. അപ്പൊ അതില് 83 ജന്മങ്ങൾ ആ സ്ത്രീ പറഞ്ഞു എന്നാ പറഞ്ഞ ഇയാളുടെ അടുത്ത്. അല്ല, പേര് ഓർക്കണില്ല, ഞാൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല എപ്പോഴെങ്കിലും. 83 ജന്മങ്ങൾ. അപ്പൊ ഇയാൾ റിസർച്ച് ചെയ്തു ഇവര് പറഞ്ഞത് ശരിയാണോ. അപ്പൊ ഓരോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ ഓരോ ഓരോ ജന്മങ്ങളെ കുറിച്ച് സംസാരിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ഒരു പ്രൂഫ്, അയാൾ ആ പ്രൂഫിനെ പറ്റി പുസ്തകത്തിൽ പറഞ്ഞ പ്രധാനമായിട്ടും പാസ്റ്റ് ലൈഫ് തന്നെ പുസ്തകത്തിന്റെ പേര്. അപ്പൊ 83 ജന്മങ്ങളെ കുറിച്ച് ഒരു സ്ത്രീ, ഒരു വയസ്സായ സ്ത്രീ സംസാരിച്ച കഥ വായിച്ചു. അപ്പൊ അത് വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു കോഴ്സ് അതിനെക്കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ശരിയാണ്. അപ്പൊ നമുക്ക് നമുക്ക് മുമ്പോ നമ്മളിങ്ങനെ ഈ സോള് നശിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഉറപ്പാണ് എനർജി എന്താണ് ക്രിയേറ്റ് ചെയ്യാനേ പറ്റില്ല, നശിപ്പിക്കാനേ പറ്റില്ല എന്ന് പറയുന്നത് കറക്റ്റാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ സോളിന് ഒരിക്കലും വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എന്ത് ചെയ്യും, അടുത്ത ജന്മം എടുക്കും നമ്മൾ അല്ലെ, പുനർജന്മം എന്നൊക്കെ നമ്മൾ പല ചില മതശാസ്ത്രങ്ങളിൽ പറയുന്നത് കറക്റ്റാണ്, നമുക്ക് യോജിക്കേണ്ടി വരും പലപ്പോഴും. അപ്പൊ അങ്ങനെ വരുന്നതിനാണ് ഈ പാസ്റ്റ് ലൈഫിൽ വരുന്ന കർമ്മയാണ് നമ്മൾ സഞ്ചിത കർമ്മ എന്ന് പറയാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ, കഴിഞ്ഞ ജന്മത്തിൽ സംഭവിച്ചു പോയതാ. ഇനി മുമ്പ് ഉണ്ടായിരുന്ന ജന്മത്തെ ആരോ ചെയ്ത് കൂട്ടിയതിൻ്റെയൊക്കെയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു സഞ്ചികർമ്മ എന്ന് പറയും. അതുകൊണ്ടാണ് ജനിക്കുമ്പോൾ തന്നെ നല്ല കൊട്ടാരത്തിൽ നല്ല മാതാപിതാക്കളുടെ മകനായിട്ടോ മകളായിട്ടോ ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യോഗമാണ് അല്ലേ, ശരിയല്ലേ? അല്ലെങ്കിൽ ഏറ്റവും ദുരിതത്തിലോ കഷ്ടപ്പാടിലുള്ള കുടിലോ ജനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കർമ്മഫലമാണ് നമ്മൾ അങ്ങനെ ജനിച്ചു പോയത് എന്ന് പറയാം. അതിന് സഞ്ചിത കർമ്മ എന്ന് പറയാം. രണ്ടാമത്തെ കർമ്മ പറയുന്നത് സഞ്ചിത കർമ്മ. രണ്ടാമത്തെ പ്രാരാബ്ധ കർമ്മ. പ്രാരാബ്ധ കർമ്മ എന്ന് പറഞ്ഞാൽ ജനിച്ചതിന് ശേഷം നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള അനുഭവമാണ് പ്രാരാബ്ധ കർമ്മ. നമ്മൾ പിറന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന നമ്മൾ കാര്യങ്ങളെല്ലാം കർമ്മയായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. കുഞ്ഞുനാളിൽ മുതൽ ഇങ്ങോട്ട് നമ്മൾ ചെയ്ത കാര്യം, ഇതിനെ പ്രാരാബ്ധ കർമ്മ എന്ന് പറയാം. മൂന്നാമത്തെ കർമ്മയെ പറയുന്ന ആഗമി കർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അടുത്ത തലമുറയിലേക്ക് വരുന്ന സാധനമാണ്. അതിന് ആഗമി കർമ്മ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്നത്, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ആൾക്കാർ ഉപദ്രവിക്കുന്നത്, പറ്റിക്കുന്നത്, തട്ടിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കാർമിക് ആയിട്ടുള്ള ഇംപ്രിന്റ്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണല്ലോ അല്ലേ? ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ചിന്തിച്ച് നോക്കുള്ളൂ. എൻ്റെ അടുത്ത് ഓരോ ആൾക്കാരും ഈ പേഴ്സണായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ സംസാരിക്കുമ്പോൾ അവർ പ്രശ്നങ്ങളും ദുരിതങ്ങളും പറയുമ്പോൾ എനിക്ക് അറിയാം ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ്. വ്യക്തമായിട്ട് കാരണം, അല്ലാതെ ഒരാൾക്കൊരു കാര്യം അങ്ങനെ സംഭവിക്കില്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ജീവിതം എപ്പോഴും ദുരിതപൂർണ്ണമാണ് എന്ന് ഒരു മാറ്റവും ഇല്ല എന്ന് മുന്നോട്ട് പോകുന്ന നിങ്ങളുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ് അല്ലേ? അല്ലാണ്ട് ഒന്നും വെറുതെ സംഭവിക്കില്ല. ശരിയാണല്ലോ? ഹലോ. ആ പ്രശ്നമാണ്, ആ കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി 6 പോയിന്റുകൾ ഞാൻ സംസാരിക്കുന്നുണ്ടാവും എന്തൊക്കെയാണെന്നുള്ളത്. അതിന് മുമ്പ് കർമ്മ നമ്മുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ ബാധിക്കും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഹെൽത്തിന്, നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ഭയങ്കരമായിട്ട് എന്നും ക്രോണിക് ആയിട്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടായി ഇങ്ങനെ എന്താണ് മാറാ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കാർമിക് ബർഡൻസ് എന്ന് പറയാം. നമ്മൾ ആ കാർമിക് ആയിട്ടുള്ള ബാഗേജുകൾ കൊണ്ട് നടന്നുകൊണ്ടുണ്ടാവുന്ന നമ്മുടെ ഹെൽത്തിൽ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ ഓരോ അസുഖം വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇത് ഇന്ന പോലെ നിങ്ങൾ ഓവറെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടല്ലേ, ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടല്ലേ? ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് എന്താണ് ഓരോ ദുരിതങ്ങളായിട്ട് ബുദ്ധിമുട്ടായിട്ട് കാണിക്കുന്നുണ്ട്. ശരിയല്ലേ രാകേഷ് കെയർ? നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു കാർബിക് ബാലൻസ് ഉണ്ടാകുന്നത് അസുഖങ്ങളായിട്ട്, രോഗങ്ങളായിട്ടായിരിക്കും നമ്മൾ കാണിക്കുക. ഈവൻ ക്യാൻസർ പോലും വരുന്ന ആൾക്കാർ ചെക്ക് ചെയ്തറിയാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ അടക്കി പിടിച്ച് സപ്രസ് ചെയ്ത ഇമോഷൻസോ കാര്യങ്ങളോ, നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റി ചിന്തിച്ചിരുന്നതോ ചെറുപ്പക്കാരൻ മൂലം ആ സാധനമൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് നമുക്ക് ഈ അസുഖങ്ങളിൽ ഉണ്ടാവുന്നതെന്ന് നമ്മൾ പറയാം. ക്ലിയർ? രണ്ട്, പണമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ദുരിതങ്ങളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പാസ്റ്റ് ലൈഫിൽ ഇപ്പോഴോ നമ്മൾ ഒരുപാട് മണി മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം, പൈസ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം,
പൈസ അടക്കി പിടിച്ച് നടന്നിട്ടുണ്ടാവും, പൈസ ചെലവാക്കാതെ കുറക്കാതെ പിടിച്ചിങ്ങനെ ജീവിച്ചിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ പൈസ നമ്മൾ ദൂർത്തടിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും, ഒരു ഗുണവും ചെയ്യാതെ. ഇല്ലെങ്കിൽ ആർക്കും ഒരു ഗുണവും ഇല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പണം ചിലവാക്കി നടന്ന ആൾക്കാരായിരിക്കാം. ഇവരൊക്കെ എന്ത് സംഭവിക്കും, പിന്നീട് ഇതെല്ലാം ബാക്ക് ഫയർ ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ എന്തെങ്കിലും പൈസ നിൽക്കുന്നില്ല, നിന്നാൽ പോലും പൈസ അനുഭവിക്കാൻ പറ്റുന്നില്ല, യോഗമില്ല, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ആദായമുണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല, മക്കൾ തട്ടിച്ചു കൊണ്ടുപോകുന്നു, പറ്റിക്കപ്പെടുന്നു, ആൾക്കാർ തട്ടിക്കുന്നു പൈസ. ഇതെല്ലാം ഉണ്ടാകുന്ന കാരണം മണി കർമ്മ എന്നാ പറയാ ഉണ്ടാവുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിന് പറയുന്നത് ടോക്സിക് റിപ്പീറ്റ് ടോക്സിക് പാറ്റേൺസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പറയുന്നത് നമ്മൾ അബാൻഡ്മെന്റോ ഒറ്റപ്പെടലോ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കർമ്മയായിട്ട് വലിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ഒറ്റപ്പെടുന്നതിന് പകരം നമ്മൾ കൂടുതൽ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതായിരുന്നു, കൂടുതൽ സൗഹൃദപരമായിട്ട് സംസാരിക്കേണ്ടതായിരുന്നു, പെരുമാറേണ്ടതായിരുന്നു. ഇതൊന്നും ചെയ്യാതെ നമ്മൾ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കാർമിക് ഫലമായിട്ട് നമുക്ക് നമ്മുടെ ബന്ധങ്ങളിൽ, വരാൻ പോകുന്ന ബന്ധങ്ങളിലൊക്കെ നമ്മൾ ബാധിക്കുന്നുണ്ടാവും. ശരിയല്ലേ രത്നമ്മ മാഡം? ശരിയാണോ? വരുമാനമായിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ നമ്മൾ അവിടെയൊക്കെ അവരൊക്കെ ഫ്രീ ആയിട്ട് വിട്ടു കൊടുത്തേക്കണം അങ്ങോട്ട്. അവര് ദൂരത്തടിച്ചോട്ട് അടിച്ചു പൊളിച്ചിട്ട് അവരവർ രീതിയിൽ ജീവിക്കണം, നമ്മൾ ചോദ്യം ചെയ്യാൻ പോകരുത്. ശരിയല്ലേ? അപ്പൊ ആ രീതിയിൽ നമുക്ക് റിലേഷൻഷിപ്പ് ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാം, നമുക്ക് കരിയർ ബ്ലോക്ക് ആവുന്നതിന്റെ അർത്ഥം നമ്മൾ അൺറിസോൾവ്ഡ് കാർമിക് ലൂപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ധർമ്മ അലൈൻമെന്റ് എന്ന് പറയാം. അധർമ്മമായിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടാവാം, പെരുമാറിയിട്ടുണ്ടാവും, കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. അധാർമിക് ലൈഫ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കരിയറിനെ നമ്മൾ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജോലിയിലുള്ള ബുദ്ധിമുട്ട്, എവിടെ പോയാലും ജോലി മാറിയിട്ട് ഒന്നും മാറ്റം ഉണ്ടാവണില്ല, എപ്പോഴും മോശമാണെന്നുണ്ടെങ്കിൽ ധർമ്മ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാ പറയാം. നമ്മുടെ ധർമ്മം നമ്മൾ എന്താണ് ധർമ്മമായി അധർമ്മമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ, നമ്മൾ ചതിക്കുന്നുണ്ടോ, പറ്റിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റുന്നുണ്ടാവും. അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ ഞാൻ എൻ്റെ കരിയറിൽ അനുഭവിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇത്രയും മേഖലകളിൽ നമ്മളെ ജീവിതത്തിലെ കർമ്മ നമ്മൾ ബാധിക്കുന്നത്. നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? കർമ്മ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. കർമ്മ ഓൾറെഡി ഇംപ്രിന്റഡ് ആണ് സബ് കോൺഷ്യസ് മൈൻഡിൽ. അതിന് മാറ്റാൻ സാധ്യമല്ല, പൂർണ്ണമായിട്ട് നമുക്ക് തീർത്ത് കളയാൻ പറ്റില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സത്പ്രവർത്തനം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും നമുക്ക് ഈ കർമ്മയുടെ ഫലം കുറച്ചു കൊണ്ടുവരാം. ശനി ദശ കാലഘട്ടത്തിൽ പറയും ശനി മാറ്റാൻ പറ്റില്ല, അപ്പൊ എന്ത് ചെയ്യാം? ശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ പറ്റുന്ന ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടില്ലേ, ഇന്ന പോലെ വഴിപാട് ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഈ ശനിദോഷം കുറയ്ക്കാം എന്ന് തിരുമേനിമാർ, അല്ലെങ്കിൽ ശനി മാറ്റാൻ പറ്റുന്ന പറയില്ല. എന്ന് പറഞ്ഞ പോലെ കർമ്മ വൺസ് ഹാപ്പൻഡ് ഇസ് ഹാപ്പൻഡ്. നമ്മൾ പ്രവർത്തിച്ച് കഴിഞ്ഞു പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? നമ്മൾ ഒരു പൂച്ച തലക്കടിച്ച് കൊന്നു, അത് നമുക്ക് എന്തായാലും അതിനൊരു കാർമിക് ഫലം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം? പകരം നമുക്ക് 6 കാര്യങ്ങളോട് സംസാരിച്ച് പോവാം. നോട്ട് ചെയ്ത് പൊക്കോളൂ, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറയാന്ന് ഓടിച്ചിട്ട് പറഞ്ഞു പോവാം. എങ്ങനെയൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടതെന്നുള്ളത്. ഒന്ന് എഴുതിക്കോളൂ: സെൽഫ് അവയർനെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒന്നാമത്തെ പോയിന്റ് സെൽഫ് അവയർനെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ ആത്മാബോധം. നമ്മൾ മനസ്സിലാക്കി എടുക്കണം, യെസ് ഇതൊക്കെ സംഭവിക്കുന്നതിന് കാരണമുണ്ട്. നമ്മൾ പകരം നമ്മൾ എന്ത് സംഭവിക്കും നമ്മളിങ്ങനെ പലരും ചൂണ്ടി പറയും, ഇത് കാരണമാണ്, അയാൾ കാരണമാണ്, ഇയാൾ കാരണമാണ്, ഈ ജോലി കാരണമാണ്, ഈ എൻ്റെ അച്ഛനമ്മ കാരണമാണ് എന്ന് പറയുന്നത് ഇന്ന് മുതൽ നിർത്താം. നമ്മൾ അവിടെ ഉണ്ടോ? ഒന്ന് കാണുന്നില്ല. അദ്ദേഹം ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി, ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുന്നതിന് പകരം അത് പറ്റി, എന്താണ് അതിനൊരു കാരണം ഉണ്ടായിരിക്കണം, അല്ലേ? ഇന്നത്തെ ഓപ്പൺ ക്ലാസ് ഉണ്ടായിരുന്ന ആൾക്കാർ അറിയാൻ പറ്റും. ഇന്നലെ സംസാരിച്ചു, കഴിഞ്ഞ ദിവസം സംസാരിച്ചു, ഞാൻ 15 കൊല്ലം ഗൾഫിൽ വർക്ക് ചെയ്തത്, എൻ്റെ പൈസയൊക്കെ പോയി, എൻ്റെ റിലേഷൻ മോശം. സോറി, നിങ്ങൾ മെൻഷൻ ചെയ്തല്ലോ കേട്ടോ. അപ്പോൾ അങ്ങനെ വരാൻ കാരണം നമ്മൾ ഇനി മുതൽ അത് എന്ത് ചെയ്യണം? അത് നിർത്താം. പകരം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുക, അതിന് കാരണം ഉണ്ടായിരിക്കണം, അതുകൊണ്ടാണ് അത് പോയത്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? അപ്പൊ ആ രീതിയിൽ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അതിന് ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ മൈ എക്സ്പീരിയൻസസ്. അതാ ചെയ്യേണ്ടത്. ഞാൻ ഈ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഐ ചൂസ് ടു ഹീൽ ഇറ്റ്. ഞാൻ തന്നെ ഇത് ഹീൽ ചെയ്യണം. എനിക്ക് തന്നെ ഹീൽ ചെയ്യാൻ പറ്റും, വേറെ ആർക്കും ചെയ്തു തരാൻ പറ്റില്ല സപ്പോർട്ട്. ഞാൻ തന്നെ ഹീൽ ചെയ്യണം. എപ്പോഴും ഈ അവയർനെസ്, ആത്മാവബോധം ബേൺസ് കർമ്മ എന്ന് പറയാം. അവയർനെസ് ബേൺസ് കർമ്മ. നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കർമ്മ പയ്യെ പയ്യെ ഉരുകാൻ തുടങ്ങും. ശരിയല്ലേ? ഇതിനൊക്കെ ഞാനെന്റെ കാരണക്കാരെന്ന് തീരുമാനം എടുത്ത് നിങ്ങൾ ഈ ബ്ലെയിം ചെയ്യുന്നത് നിർത്തുമ്പോൾ തന്നെ നിങ്ങളുടെ പിന്നീടുള്ള കർമ്മത്തിന്റെ ആ എന്താണ് ഇമ്പാക്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നാമത്തെ പോയിന്റ് സെൽഫ് അവയർനെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, സ്വന്തം മനസ്സിലാക്കുക എന്തുകൊണ്ടെങ്കിലും സംഭവിച്ചതാണ് ഒന്നാമത്തെ പോയിന്റ്. 2, നമ്മളെല്ലാം ചെയ്യുന്നുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക, അറിയണ കാര്യങ്ങളാണ്. ഫോർഗീവ്നെസ് ആണ്, നമ്മൾ പൊറുക്കുക. കാർമിക് ചെയിൻ അത് ബ്രേക്ക് ചെയ്യുന്ന പറയാം. നമ്മൾ പൊറുക്കുക, നമ്മൾ
എന്താണ് മാപ്പ് കൊടുക്കുക. സംഭവിച്ചു പോയതെല്ലാം ഞാൻ കാരണമാണ് സംഭവിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാര്യ വരാനോ ഭർത്താവ് വരാനോ കുട്ടികൾ വരാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഈ ബോസ് എൻ്റെ ജീവിതം വരാനോ കാരണം ഞാനാണ്. അങ്ങനെ ബോസ് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപദ്രവിച്ച ബോസുമാരൊക്കെ ഉണ്ട്. പിന്നീട് ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറാമെന്നുണ്ട് വേറെ കാര്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഒത്തിരി കുറ്റം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബോസിനെ കുറിച്ച്. കാരണം എന്നെ അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം മാറി വേറെ വരുമ്പോൾ അതിനേക്കാളും ശക്തനായിട്ടുള്ള ബോസ് വരും. അപ്പോൾ ഞാനും ചെക്ക് ചെയ്തിട്ട് എന്ത് ഇതിങ്ങനെ മാറുമ്പോൾ ഇയാളെ ശക്തമായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ മനസ്സിലായി എൻ്റെ കുഴപ്പം കൊണ്ടാണ്, ഞാൻ ഉഴപ്പണോണ്ടാണ്, ഞാൻ ചെയ്യാത്തതുകൊണ്ടാണ്. ശരി. അങ്ങനെ 2007 2008 മുതൽ പിന്നെ ഭയങ്കരമായിട്ട് ഗ്രോത്തിന് ജീവിതം ഉണ്ടായി. അതിന് മുമ്പൊക്കെ ഭയങ്കര മോശം, ഒരുപാട് ജോലി ഇങ്ങനെ തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്ലിയർ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ മാപ്പ് കൊടുക്കുക, പൊറുക്കുക. നമ്മളിപ്പോൾ ഹോപ്പനപ്പിനെ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയാം, ഐ ഫോർഗീവ് എവരി വൺ. എല്ലാവരും മാപ്പ് കൊടുക്കുന്നു. ഹു ഹേർട്ട് മീ, എന്നെ ഉപദ്രവിച്ചവരെ, എന്നെ ബുദ്ധിമുട്ടിച്ചവരൊക്കെ ഞാൻ മാപ്പ് കൊടുത്ത് പൊറുക്കാണ്, വിട്ടുകളയുന്നത്. മനസ്സിലൊരു ശതമാനം പോലും ആളെ അങ്ങനെ കൊണ്ട് നടക്കരുത്. കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് പി വിജയൻ സാർ പണ്ട് എപ്പോഴും പറയും, ചത്ത ശവം ചുമന്ന് നടക്കുന്ന പോലെയാണ്. ചീഞ്ഞ് നാറും, എന്നാലും നമ്മൾ ചുമന്ന് നടക്കും. നമ്മുടെ ചിന്തകളാണ് ആ ചത്ത ശവം എന്നാ പറയാം. ക്ലിയർ ആണോ മനോജ് ഗോപിനാഥൻ? അപ്പൊ അങ്ങനെ ആരുടെങ്കിലും ഏതെങ്കിലും വ്യക്തിയോട് അങ്ങനെ ഉണ്ട്, അതെല്ലാം നമ്മൾ പുറത്തെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റും സുഖമായിട്ട്. അപ്പൊ അങ്ങനെ എന്തുണ്ടെങ്കിൽ അതിനെ വിട്ടുകളയാം. സ്മിത ഓക്കെ ആണോ? അങ്ങനെ ഏതൊരു വ്യക്തി അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മാപ്പ് കൊടുത്ത് പുറത്തൊക്കെ വിട്ടേക്കാം. മറക്കണ്ട, പക്ഷെ പുറത്തേക്കാം. നമുക്കറിയാം നിന്നെ ഒക്കെ അകന്ന് നിൽക്കാലോ. റെഡി ശ്രുതി? റെഡി. ഇതിനെ ഫോർഗീവ്നെസ് പറയാം. മൂന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. മൂന്നാമത്തെ പോയിന്റ് റൈറ്റ് ആക്ഷൻ, അതായത് ധർമ്മ, ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അതിനെ പറയുന്നത് അനുകമ്പയോടുകൂടി പെരുമാറുക, സത്യം സംസാരിക്കുക, നുണ പറയാതിരിക്കുക, എന്താ സേവ കർമ്മ, നമ്മൾ സത്യം പറയാ, സത്യമായിട്ട് പ്രവർത്തിക്കുക, ധർമ്മത്തിൽ വിശ്വസിക്കുക. എന്താ ദുര്യോധനാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ തെറ്റണേ നിർത്തണേ. ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഈ യുദ്ധം വിജയിക്കണേ ചോദിക്കുമ്പോൾ ഗാന്ധാരി പറയുന്നുണ്ട്, യഥോ ധർമ്മസ്തോ ജയ. അല്ലേ? എവിടെയാണ് ധർമ്മമുള്ളത് അവിടെയാണ് വിജയം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ സീക്വൻസും എനിക്ക് അറിയില്ല. എനിക്ക് തോന്നാ ഗാന്ധാരി കണ്ണുകൾ അഴിച്ചിട്ട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞ സീനാന്ന് തോന്നുന്നു. എനിക്ക് ആ സമയത്താന്ന് തോന്നുന്നു കണ്ണ് തുറന്ന് കാണുന്ന ഒരു സീനുണ്ട്, മകനെ അനുകരിക്കുന്ന കർണനായിട്ട് യുദ്ധത്തിന് മുമ്പാ തോന്നുന്നു, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്, ഏതോ സാർ, ധർമ്മ. ആ, ഇത് ഇപ്പൊ മൂന്നാമത്തെ ഹെഡിങ് ഒന്ന് പറയൂ സാറേ. മൂന്നാമത്തെ ഹെഡിന്ന് റൈറ്റ് ആക്ഷൻ. ഓക്കെ. നമുക്ക് ധർമാന്ന് എഴുതാം. ധർമ്മത്തോടു കൂടി നമ്മൾ സംസാരിക്കുക, പെരുമാറുക. ക്ലിയർ ആണോ? അതായത് നമ്മൾ നമ്മളുടെ ആത്മാവായിട്ട് അലൈൻ ചെയ്ത് പർപ്പസോട് കൂടി ജീവിക്കാന്നാണ് അതിന്റെ പ്രധാന അർത്ഥം വരിക. അലൈൻ വിത്ത് യുവർ സോൾ പർപ്പസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോൾ പർപ്പസ് എന്ന് പറഞ്ഞ കുറെ കോഴ്സൊക്കെ ആരോഗ്യ എടുക്കണേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ കള്ളം പറയാതിരിക്കുക. കള്ളം പറയാൻ നമുക്ക് ഇഷ്ടം പോലെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ചിലപ്പോൾ ദോഷം വരാത്ത കള്ളങ്ങൾ പറയുന്നുണ്ടാവും, ദോഷം വരുന്ന കള്ളങ്ങൾ പറയുന്നുണ്ടാവും. ഞാൻ ഒരുപാട് കള്ളം പറയുന്ന ആളാണ്. എൻ്റെ ജോലി സെയിൽസ് ആയതുകൊണ്ട് അറിയാലോ. സെയിൽസ്മാൻ ഇഷ്ടം പോലെ കള്ളം പറയും. രാകേഷ് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെ അവിടെ പോയി സാർ, ഇവിടെ പോയി സാർ, അയാളെ കണ്ടു സാർ, ഇയാളെ കണ്ടു സാർ എന്നൊക്കെ എന്തോ അല്ലേ ജിനി? ശരിയാണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു മേഖലയാകുമ്പോൾ ഇന്നലെ ജിനി എത്ര കസ്റ്റമേഴ്സിനെ കണ്ടു, ജിനി എന്തൊക്കെ നുണ പറഞ്ഞിട്ടുണ്ടാവും. ആ സാർ ഞാൻ ഫോട്ടോ വെച്ച് പോയി സാർ, ഇന്നയാളെ കണ്ടു സാർ, കസ്റ്റമർ പേരെന്താ, കസ്റ്റമർ പേര് പ്രഭാകരൻ എന്നൊക്കെ നമ്മൾ എന്തോരം പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിയാണ്, ഇതൊക്കെ നമുക്ക് ബാക്ക് ഫെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കള്ളം പറയുന്ന ആൾക്കാർ കൂട്ടത്തിൽ ഇന്നും മുതൽ കള്ളം പറയാം. അത് കള്ളം പറയുന്ന എല്ലാം നമുക്ക് കാരണഫലം ഉണ്ടാക്കുന്നുണ്ട്, ചെറിയ കള്ളങ്ങൾ പോലും. റിസ്വി റെഡി? കള്ളം പറയുന്ന ആളെന്ന് ഇല്ലേ, നമ്മൾ തമാശക്ക് പോലെ കള്ളം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ അത് ഒഴിവാക്കുക, കട്ട് ചെയ്യുക. അതിന് മൂന്നാമത്തെ റൈറ്റ് ആക്ഷൻ, ധർമ്മ. 4 വെരി ഇമ്പോർട്ടൻറ്റ്. ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നതാണ്, ഇപ്പോഴും പറയുന്നതാണ്, ഇപ്പോഴും നമ്മൾ രാവിലെ ചെയ്യുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ബീയിങ് ഗ്രേറ്റ്ഫുൾ ഫോർ എവരി എക്സ്പീരിമെന്റ്, അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ എക്സ്പീരിയൻസും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ ഒരു നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ അതെല്ലാം ഹീൽ ചെയ്യുന്നുണ്ടാവും നമ്മളുടെ ബുദ്ധിമുട്ട് വിഷമങ്ങളെല്ലാം. ആൻഡ് സോഫ്റ്റ് ആൻഡ് കർമ്മ സോഫ്റ്റ് ആക്കുന്ന പറയാം. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ. ഇന്നത്തെ ഓപ്പൺ ആരോഗ്യം പറഞ്ഞപ്പോൾ ശരിയാണ്, ഇല്ലെന്ന് പറഞ്ഞു. അത് ഞാൻ ഓർമ്മയിട്ടില്ല, പ്രൊഫൈലാന്ന്. അപ്പം നിങ്ങൾ ചോദിച്ചു നോക്കുക. ഒന്ന് പറയാമോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട്, ഞാൻ എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുന്ന ആളാണ്, ഞാൻ എൻ്റെ ഉള്ളതിനെ എപ്പോഴും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ട്, ഞാൻ ഇല്ലാത്തതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്, ഇല്ലായ്മയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, പറയുന്നില്ല. എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? 100% പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇല്ലായ്മയെ കുറിച്ച് ചിന്തിക്കുന്നില്ല അനു. അല്ല, ഓൾമോസ്റ്റ് നമ്മളിപ്പോ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാറുണ്ട്. ഇടയ്ക്ക് എന്നാലും നമ്മൾ ഒരു ഇല്ലായ്മയെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ?
ചിന്തിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് നമുക്ക് കർമ്മമായിട്ട് വരുന്നുണ്ടെന്ന് പറയാം. ഒന്നും അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്കൊരു 90% പ്രാക്ടീസ് ചെയ്യാം. അജുറി സാറേ ശരിയല്ലേ? അപ്പോൾ നല്ല രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? കറക്റ്റാണ്. അപ്പൊ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, ഉള്ളതിന് നന്ദി പ്രകാശിപ്പിക്കുക. ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? കിട്ടിയതിനെല്ലാം നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുക. എപ്പോഴും രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം. ഇതാണ് 4ാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ്, കർമ്മ ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടാവും. നമ്മളുടെ നേരത്തെ പറഞ്ഞ ഹെൽത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടൊക്കെ മാറാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് മെഡിറ്റേഷൻ, പ്രാർത്ഥന, മന്ത്രങ്ങൾ. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥന ചൊല്ലുന്നത്, നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ആനാപാന മെഡിറ്റേഷനോ, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതോ, നമ്മൾ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതോ, അല്ലെങ്കിൽ ഏത് ചിരിച്ച മുഖത്തോട് സ്മൈൽ മെഡിറ്റേഷൻ ചെയ്യുന്നതോ, ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? നമ്മളുടെ കർമ്മ ഫലങ്ങളെ ഇത് സോഫ്റ്റൻ ചെയ്യുന്നുണ്ടാവും, ഇമ്പാക്റ്റിന്. ശരിയല്ലേ? പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ കേൾക്കാത്താണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥനകൾ ഒരു കാരണവശാലും ദൈവ ഭയത്തോടു കൂടി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തരുത്. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പ്രാർത്ഥന എപ്പോഴും പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥന ആയിരിക്കണം. അതിന് പവർഫുൾ പ്രയർ എന്നാ പറയാം. അതായത് നന്ദി പ്രകാശിപ്പിക്കലായിരിക്കണം പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. ഇപ്പൊ നമുക്കൊരു ആഗ്രഹം, ഇപ്പോൾ അക്ഷരയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, അക്ഷരയ്ക്ക് ഒരു നല്ലൊരു ജോലി വേണം, PSC പ്രാക്ടീസ് ചെയ്യണം. അക്ഷര PSC ട്രൈ ചെയ്യുന്ന ആളാണോ? അല്ല. അപ്പൊ അങ്ങനെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടോ? വേറെ ജോലി, മാറ്റം, ഒരു ജോലി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: താങ്ക് യു സോ മച്ച് എനിക്ക് നല്ല ജോലി തന്നതിന്. ഈ രീതിയിൽ വേണം പ്രാർത്ഥിക്കാനായിട്ട്. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ എന്ന് പറയാം. ക്ലിയർ ആണ്? എപ്പോഴും നമ്മൾ നേരെ തിരിച്ചല്ലേ, എനിക്ക് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല ദൈവമേ, എന്തുകൊണ്ട് ഞാൻ നിന്നെ പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എന്തുകൊണ്ട് ഇങ്ങനെ ദുരിതപൂർണമായ എൻ്റെ ജീവിതം, എത്രമാത്രം ഞാൻ നിന്നെ തൊഴുകുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലേ ദീപ വിശ്വാസ്? അപ്പൊ നമ്മൾ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന ഒമ്നി പൊട്ടൻ, ഒമ്നി പ്രസന്റ്, അങ്ങനെയൊക്കെയാണ്, സർവ്വവ്യാപി, സർവജ്ഞാനിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം പോലുമില്ല. ചുമ്മാ പോയി മുമ്പ് പോയി നിന്നിട്ട് ചോദിച്ചാൽ മതി. അറിയാലോ അല്ലേ? കാര്യങ്ങളൊക്കെ അറിയാലോ. ഒന്ന് മാറ്റി പിടിക്കേണ്ടതായിട്ടുണ്ട്. ഇത് തിരിച്ചാൽ മുതൽ പ്രാർത്ഥിക്കും. ഒരു കാരണവശാലും കരഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കാം കേട്ടോ ജെനി. കരഞ്ഞ് പ്രാർത്ഥിക്കുക. കരയാന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. പ്രപഞ്ചത്തിന് അറിയാവുന്ന ഭാഷ പോസിറ്റീവായിട്ടുള്ള ഭാഷയാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭാഷ മാത്രമേ പ്രപഞ്ചത്തിന് അറിയുള്ളൂ, ദൈവത്തിന് അറിയുള്ളൂ. ആ ഇമോഷനെ കണക്ട് ആവുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടാവും കേട്ടോ മർഫിയ. അപ്പൊ ദൈവഭയം ഇല്ല. ദൈവഭയത്തിന് പകരം സൗഹൃദത്തോടു കൂടി ദൈവം ഒരു സുഹൃത്താണ്, എനിക്ക് സഹായിക്കാൻ വരുന്ന ആളാണ് ചിന്തയിൽ വേണം പോകാനായിട്ട്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾ പ്രത്യേകിച്ച് കേട്ടോ, ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് പറയുന്ന ആൾക്കാർ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്ന അവർ ഭയങ്കര ദൈവഭയത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ശരിയാണോ ഞാൻ പറഞ്ഞ കാര്യം? ഞാനത് ഇന്നലെ പൂർണ്ണിമയ്ക്ക് അറിയാം അല്ലേ പൂർണ്ണിമ? ഞാൻ പൂർണ്ണിമ അടുത്ത് പലപ്പോഴും ശ്രദ്ധിക്കും, പൂർണ്ണിമ ഇന്ന ആൾക്കാർ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ പൂർണ്ണിമ ആ ശരിയാണ്, അവർക്ക് അതേ പാറ്റേൺ എല്ലാവർക്കും ഒരുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. കാരണം എപ്പോഴും കരച്ചിലാണ്, പേടിയാണ്, ദൈവഭയമാണ്, ദൈവകോപമാണ്. അതിങ്ങനെ പറഞ്ഞ ഇന്ന് ഒന്ന് ചിരിക്കുമ്പോൾ പോയി, അയ്യോ ഒരുപാട് ചിരിച്ചു പറഞ്ഞ് കവളത്തടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇന്ന് ഒത്തിരി ചിരിച്ചു അല്ലെങ്കിൽ മക്കളൊക്കെ തിരിച്ചു ചെയ്യുമ്പോൾ ചിരിക്കലേ ഇനി കരയേണ്ടി വരും എന്ന് പറയാൻ തള്ളമനെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യ പോലും പറയാൻ, എൻ്റെ പിന്നെ മോളുടെ അടുത്ത്, കാരണം ചിരിക്കല്ലേ, ചിരിച്ചു കരയേണ്ടി വരും. എന്ത് എത്ര നെഗറ്റീവ് അല്ലേ സംഭവമൊക്കെ. ഓക്കെ, ശരി. അപ്പൊ 5 മെഡിറ്റേഷൻ ആണ്. പ്രാർത്ഥന, മെഡിറ്റേറ്റ് ചെയ്യുക, മന്ത്രങ്ങൾ ചൊല്ല, പോസിറ്റീവ് ആയിട്ട് ചെല്ലുക എന്നുള്ളതാണ്. കർമ്മ, യോഗ ഒക്കെ നല്ലതാണ്, ചാൻഡിങ് നല്ലതാണ്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് നല്ലതാണ്. ഈ പ്രസന്റ് മൊമെന്റ് ജീവിക്കുക, നിറഞ്ഞ മനസ്സോട് കൂടി ജീവിക്കുക, ഇതൊക്കെയാണ് മെഡിറ്റേഷനിലും മൈൻഡ്ഫുൾനെസ്സിലൊക്കെ വരിക. ഇതാണ് 5ാമത്തെ പോയിന്റ്. 6ാമത്തെ പോയിന്റ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സർവീസ് ആൻഡ് സേവ. സാമൂഹ്യ സേവനം, നന്മകൾ, അർഹതപ്പെട്ടവർക്ക് മറ്റുള്ളവരെ സഹായിക്കുക, ഗീവ് വിത്തൗട്ട് എക്സ്പെക്ടേഷൻസ്. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുക. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴും നമ്മുടെ പുറകിൽ നമുക്ക് എപ്പോഴും ഒരു സ്വാർത്ഥതയുണ്ട്. നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് പലപ്പോഴും കൊടുക്കുന്നത്, അല്ലേ? പറഞ്ഞൊരു സിനിമാ നടൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് കഴിഞ്ഞ ദിവസം നിങ്ങളാരും കേട്ടിരുന്നോ? വോയിസ് ക്ലിപ്പ് കഴിഞ്ഞ ദിവസം പുള്ളി ഏതോ ഒരു സ്ത്രീയായിട്ട് മോശമായിട്ട് സംസാരിക്കുന്നത് എന്തോ ലീക്കായി ആരും അത് എടുത്ത് യൂട്യൂബിലിട്ടു. അത് ഭയങ്കരമായിട്ട് വൈറലായി. അപ്പം ഇദ്ദേഹം നേരെ ഓപ്പൺ വന്നിട്ട് പറഞ്ഞു എൻ്റെ AI ആണ് അതൊക്കെ ചെയ്തത്,
ഇങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ പോലും അറിഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ സത്യസന്ധമായി ജീവിക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്ത് ചെയ്തു, ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോക്ക് താഴെ കംപ്ലീറ്റ് പുള്ളി ഉപദ്രവിച്ച പെണ്ണുങ്ങളെല്ലാം ഇട്ടു. നിങ്ങൾ എന്നോട് അങ്ങനെ ഒന്നും പെരുമാറുന്നതല്ലേ, നിങ്ങൾ മാന്യനാവാൻ ശ്രമിക്കല്ലേ, നിങ്ങൾ അന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചില്ലേ, നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയൊക്കെ ഇതാക്കാൻ വേണ്ടി എന്നോട്. കർമ്മയാണ് അത്. മിണ്ടാണ്ടിരുന്നാൽ മതി, അത് സംഭവിച്ചു പോയി, എന്തിലാവട്ടെ. വീണ്ടും വീഡിയോ ഇടുന്ന കാര്യം ഉണ്ടായില്ല. ഇപ്പൊ ലോകത്തെ മൊത്തം പെണ്ണുങ്ങൾ മൊത്തം അയാളുടെ താഴെ വന്ന് കമന്റ് ഇട്ടിരിക്കുക. ഓക്കെ, എന്ന് പറഞ്ഞ പോലെയാണ് കർമ്മ. നമ്മൾ സത്യസന്ധമായിട്ടാണ് ജീവിക്കുക. ഇത് കുറെ നാളെ തുടങ്ങിയിട്ട് ഇത് പണി ഒരു ദിവസം കിട്ടുന്ന ഉറപ്പാ, അല്ലേ? ശരിയാണല്ലോ. ഒരു സിനിമയിൽ ഏതോ സിനിമ പറയുന്നുണ്ട്, കട്ടോ അത് കക്കുന്നില്ല പറഞ്ഞ നിൽക്കരുതെന്ന് ആര് പറയുന്നുണ്ട്. കട്ടോ, ഞാൻ കള്ളനെല്ലാം പറഞ്ഞ് നിൽക്കരുതെന്ന്. കട്ടെങ്കിൽ ഞാൻ കള്ളനാണ്, ഞാൻ കട്ടു എന്ന് പറയണ ധൈര്യം വേണമെന്ന് ആരോ ഒരു സിനിമ, ആസിഫ് അലി സിനിമയിൽ പറയുന്നുണ്ട്. ബൈസിക്കൽ തീവ്സിലാണ്. അതെ, ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ആറാമത്തെ പോയിന്റ് സേവ ആണ്. സേവ എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസ് ചെയ്യുക, നല്ല മനസ്സോടു കൂടി പെരുമാറുക. നമ്മൾ ചിന്തിക്കുക നമുക്കും ഉണ്ട് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ. അപ്പൊ ഈ രീതിയിൽ മറ്റുള്ള ആം, എന്താണ് ആവശ്യക്കാരെ കണ്ടെത്തി ചെയ്യാന്നുള്ളത്. ഞാനൊരു കഥ പറയാം, എക്സാമ്പിൾ പറയാം, നടന്ന സംഭവമാണ്. ഒരു ട്രെയിനർ, ഒരു കോച്ചാണ്, ബിസിനസ് കോച്ച്. അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. അദ്ദേഹത്തിന്റെ ഒരു കെയർ ഓഫിലുള്ള ഒരു കമ്പനിയിലുള്ള ഒരു മുതലാളിയായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഈ ആള് ഭയങ്കര സമ്പന്നനാണ്, ഒരുപാട് പൈസയുണ്ട്, ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഭയങ്കര പൈസക്കാരനാണ് പുള്ളി. ബാത്ത് ടബിൽ പോയി കിടന്നിട്ട് പുള്ളി കൈ മുറിച്ചിട്ട് ആത്മഹത്യ. പക്ഷെ ധൈര്യമില്ല നന്നായിട്ട് മുറിക്കാനായിട്ട്, ചെറുതായിട്ട് മുറിഞ്ഞോളൂ. അതിന് പുള്ളി രക്ഷപ്പെട്ട് വന്നു. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ്, എനിക്ക് മരിക്കാൻ തോന്നുന്നു. ജീവിതത്തിൽ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, കുടുംബം എല്ലാം ഉണ്ടായിട്ടും പുള്ളിക്ക് തോന്നാണ് മരിക്കാൻ. അപ്പോൾ ഇതിന്റെ കാരണം, ഇതൊരു വാക്കുണ്ട്, ഈ ഒരു അസുഖത്തിന് പേര് ഞാൻ ഓർക്കുന്നില്ല. പറയാൻ കാരണം, ജീവിതത്തിൽ എല്ലാം നേടിക്കഴിഞ്ഞ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരു അവസ്ഥ വരുന്നു. ആ അവസ്ഥയിൽ ഒന്നുമില്ല ചെയ്യാൻ. ആ അവസ്ഥയിൽ പോകുമ്പോൾ മരിക്കാൻ തോന്നുന്നു. ഇങ്ങനെ ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. നമ്മളൊരു പാരമ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ. ഈ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, സാറേ വരൂ, നമുക്ക് ബീഹാർ വരെ പോവാം. മ്യൂട്ടാക്കണേ, ആരോ സംസാരം കേൾക്കുന്നുണ്ട്. നമുക്ക് ബീഹാർ വരെ പോവാം. അങ്ങനെ ബീഹാറിൽ കുടിവെള്ളം കിട്ടാത്തൊരു ഗ്രാമത്തിൽ ഇദ്ദേഹത്തെ കൊണ്ട് ഒരു കിണർ പണിപ്പിച്ചു. ഒരു കിണർ പണിയിപ്പിച്ച് വെള്ളം സെറ്റ് ചെയ്ത് ആ നാട്ടുകാർക്ക് മൊത്തം പുള്ളി ഒരു സർവേ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് കണ്ട കാഴ്ച, നാട്ടിലുള്ള സ്ത്രീകളെല്ലാം വന്ന് ഇയാളുടെ കാല് തൊട്ട് തൊഴുകയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, എനിക്ക് വീണ്ടും ജീവിക്കാൻ തോന്നുന്നു, ഇനി ഇതുപോലെ എന്ത് ചെയ്യാൻ പറയൂ. ഇയാള് സേവ ചെയ്യുന്നുണ്ട്, സർവീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇയാള് പൈസ കൊടുക്കുന്നുണ്ട്. ഇയാൾ പക്ഷെ അതിലൊന്നും ഇടപെടുന്നില്ല. ഇയാള് CSR ഒക്കെ ഉണ്ട്, കമ്പനിക്ക് ഫണ്ടൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളി ഒന്നും ഇൻവോൾവ് ആവുന്നില്ല. പുള്ളിക്ക് അതിൽ നിന്നും സന്തോഷം കിട്ടുന്നില്ല. ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് പുള്ളി നേരിട്ട് പോയി ചെയ്ത് കഴിഞ്ഞ ആൾക്കാരുടെ ആ പ്രാർത്ഥനയും സ്നേഹവും കണ്ടപ്പോ ഇയാൾ കണ്ണ് നിറഞ്ഞ് പറയാൻ, എനിക്കിപ്പോ ജീവിക്കാൻ തോന്നുന്നു. അതാണ് യഥാർത്ഥ സേവയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ സർവീസ് സേവ വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങളിപ്പോൾ വണ്ടി പോണ സമയത്ത് ഒരു അമ്മ കുഞ്ഞിനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എണീറ്റ് നിന്ന് ഇരിക്കാൻ പറഞ്ഞോളൂ, എണീറ്റ് നിന്ന് കൊടുക്കുക. അങ്ങനെ യഥാർത്ഥമായിട്ടുള്ള സേവ, തട്ടിപ്പ് നടത്തുന്ന സേവയല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എനിക്കറിയില്ല സത്യാവസ്ഥ എന്താണെന്നുള്ളത്. അങ്ങനെയല്ല, യഥാർത്ഥമായിട്ടുള്ള സേവ സർവീസ് ചെയ്യുന്നത് നിങ്ങളുടെ കാർമിക് ഫലങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കട്ട് ചെയ്യുന്നുണ്ടാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞ പോയിന്റ്? ഇപ്പൊ കർമ്മ, മൂന്നുതരം കർമ്മയുണ്ട്. പ്രാരാബ്ധ കർമ്മ, സഞ്ചിത കർമ്മ, പ്രാരാബ്ധ കർമ്മ, ആഗമി കർമ്മ. ഈ മൂന്ന് കർമ്മങ്ങളും സംഭവിച്ചു പോയി. ഇന്നലെ വരെ സംഭവിച്ചോട്ടെ, പോട്ടെ, പോയി. ഇനി എന്താ ചെയ്യണ്ടേ? ഇന്ന് മുതൽ നമ്മൾ ഇനി നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? ഹലോ, കുറ്റങ്ങൾ പറയാതിരിക്കുക, പരാതി പറയാം. ഇനി അഥവാ കുറ്റങ്ങൾ പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ മാപ്പുറത്തൊക്കെ പുറത്ത്, അയ്യോ സോറി, ഞാൻ പറഞ്ഞു പോതയില്. റെഡി? ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ചെക്ക് ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഭാഗത്താണ് നിങ്ങളെ അറ്റാക്ക് ചെയ്തത്, ബുദ്ധിമുട്ട്, സ്ട്രഗിൾ ചെയ്യുന്നത്. നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലാണോ, നിങ്ങളുടെ ജോലിയിലാണോ, ബന്ധങ്ങളിലാണോ, ആരോഗ്യത്തിലാണോ? നിങ്ങൾ ചെക്ക് ചെയ്ത് ഒരു ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ്. അല്ലേ ജിനി? ജിനി ചെക്ക് ചെയ്യുക നമ്മുടെ കർമ്മ, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ സംസാരം, കുട്ടിക്കാലം മുതൽ നമ്മൾ പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത്, നമ്മൾ ഏറ്റത്, നമ്മൾ ഫേസ് ചെയ്ത്, അതെല്ലാം ഇപ്പോൾ ഉള്ളിൽ കിടന്ന് അതെല്ലാം ഒരു കാർമിക് ആയിട്ടുള്ള ഇംപ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടോ, ഉണ്ടാവുന്നുണ്ടോ, സംസാരിച്ചതോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. ഒരു കേസും പറയാമെന്ന് പറഞ്ഞ വേണ്ടി ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. റിയൽ സ്റ്റോറിയാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാൾക്ക് ചോറ് സമയത്ത് കഴിക്കാൻ പറ്റും, പൈസ ഒക്കെ ഉണ്ട് കയ്യിൽ, പക്ഷെ ഭക്ഷണം സമയത്ത് കഴിക്കാൻ പറ്റും. എപ്പോഴും പുള്ളി വിശന്നിരിക്കേണ്ടി വരും. അങ്ങനെ പുള്ളി വിശപ്പൊക്കെ മാറിയിട്ട് മിക്കപ്പോഴും അങ്ങനെ കഴിക്കുമ്പോൾ 4 മണി 5 മണിയൊക്കെ ആവും. അപ്പൊ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി നല്ല വലിയ കുടുംബത്തിൽ പറഞ്ഞ ആളാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കുറേ ജോലിക്കാരുണ്ടാവുമായിരുന്നു. അപ്പൊ ജോലിക്കാരിലിരുന്ന് ഭക്ഷണം കഴിക്കും, പുള്ളി അതിൽ കൊണ്ടുപോയി മണ്ണ കൊണ്ടിടുമായിരുന്നു. കുസൃതിയാണ് കാണിക്കുന്നത്.
അപ്പൊ ഈ കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൊണ്ടുപോയി പുള്ളി അടുത്ത് തിരിച്ചു വന്നുള്ള ഒരു മണ്ണൊക്കെ പുള്ളിയോട് പോകും, തമാശക്ക് തിരിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ എന്തിനൊക്കെ ഉപ്പ് കൂടുതൽ അങ്ങനെയൊക്കെ കുരുത്തക്കേട് കാണിക്കുമായിരുന്നു. ആ കുരുത്തക്കേടുകളുടെ ഫലം പുള്ളി ഇപ്പൊ അനുഭവിക്കുകയാണ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എന്തൊരു വിരോധമായിട്ടുള്ളൊരു ഫലമാണെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞവർ വരുമ്പോഴേ ഇതൊക്കെ പറയണം. അപ്പൊ ഇതായിരിക്കാം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഇനി മാറ്റി പിടിക്കുക. ഇനി അതിന് എന്ത് ചെയ്യണം? ഒരുപാട് ആൾക്കാർക്ക് വൃദ്ധസദനത്തിലോ അല്ലെങ്കിൽ കുട്ടികളുടെ പോയി അവിടെയൊക്കെ പോയിട്ട് ഭക്ഷണം കൊടുക്കുക, ഒരുമിച്ചിരുന്ന് കഴിക്കുക, അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുക, കുട്ടികളെ ചിരിപ്പിക്കുക, കാരണന്മാർ പ്രായമുള്ള ആൾക്കാരെ അവിടെ ഒരു കൂടി ഇരുന്ന് പാട്ടൊക്കെ പാടി സന്തോഷിപ്പിച്ച് ഒരു മകനെ പോലെ ആവുക എന്നൊക്കെ പറഞ്ഞെനിക്ക് പിന്നീട് റിസൾട്ട് അറിയില്ല, ഞാൻ കോണ്ടാക്ട് ഒന്നുമില്ല ഇപ്പോൾ. അപ്പൊ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ? ആലോചിക്കുക. ശരിയാണല്ലേ? പുള്ളിയെ ചെറുപ്പത്തിലും പുള്ളി വീട്ടിൽ ഒത്തിരി വലിയ കുടുംബമാണ്. 5-8 ജോലിക്കാരൊക്കെ ഉണ്ട്. പറമ്പിലൊക്കെ ഈ പാടമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വരും. അപ്പൊ ഈ പുള്ളിയും കുരുത്തക്കേട് കാണിക്കുമായിരുന്നു. ക്ലിയർ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ കാർമ്മികന്റെ ഇന്നു മുതൽ സത്യസന്ധമായിട്ട് ധർമ്മത്തോടു കൂടി ജീവിക്കുക, സത്യം പറയാ, നുണ പറയാതിരിക്കാൻ പരമാവധി. റെഡി? റെഡിയാണ്? അപ്പൊ നമുക്ക് നമ്മളോട് സത്യം ചെയ്യാം. ഇന്നും ഒരു ജീവിതം ഇങ്ങനെയായിരിക്കും. ഒരുപാട് മാറ്റം വരട്ടെ. നാളെ മുതൽ ഗംഭീരമായിട്ട് മാറ്റം ഉണ്ടാവട്ടെ. ശനി ഞായർ ഈ വീക്കെൻഡ്സ് ഗംഭീരമാവട്ടെ, സൂപ്പർ ആവട്ടെ. സന്തോഷത്തോട് ചിരിച്ച മുഖത്തോടു കൂടി വൈൻഡപ്പ് ചെയ്യാം. എപ്പോഴും മുഖത്ത് പുഞ്ചിരി മായാതെ ഉണ്ടാവട്ടെ. ലവ് യു, ടേക്ക് കെയർ. നമുക്ക് തിങ്കളാഴ്ച രാവിലെ കാണാം. എല്ലാവർക്കും ശുഭദിനം. ബൈ.